നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഇതിനായിട്ട് ഒരു 75 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടേക്കണേണ്. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 3-4 വിസിലൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു അളവിൽ 8 കട്ട്ലേറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. 4 പേരൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഈ ഒരു 8 കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയാൽ കറക്റ്റ് ആയിരിക്കുള്ളൂ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിക്കണ്ട. മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോവും. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കൈകൊണ്ടായാലും ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയതും കൂടി പൊടിച്ച് ചേർക്കാനായിട്ട് പോവുകയാണ്. ഈ മുട്ട പുഴുങ്ങിയതും കൂടി ചേർത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സവാള അരിഞ്ഞത്, കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം നല്ല ബ്രൗൺ കളറിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, നമ്മൾ വേവിച്ചപ്പോൾ ചേർത്തല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് നല്ല കുഴഞ്ഞ് വരുന്ന പരുവത്തിലാക്കി എടുക്കണം. കട്ടകളുണ്ടെങ്കിൽ നമ്മളിത് കട്ട്ലേറ്റായിട്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പില്ലാതെ ആയിപ്പോവും. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ മല്ലിയില ചേർക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ദഹിക്കാനായിട്ടും അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റും നമ്മുടെ കട്ട്ലേറ്റിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് പൊടി വേണം. ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ നല്ല ഇതുപോലത്തെ നല്ല കരികരിപ്പായിട്ടുള്ള ബ്രെഡ് പൊടി നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊരു മുട്ട അടിച്ചതും കൂടി വേണം. ഇനി നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. കയ്യിലൊരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താട്ടോ. വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റ് എല്ലാം ഞാനതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് അതിനുശേഷം ബ്രെഡ് പൊടിയിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കോട്ടിങ്ങും കിട്ടും. അതുപോലെ എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് വറുത്തെടുക്കാനും പറ്റും. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. 2 പ്രാവശ്യം ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. 8 കട്ട്ലേറ്റും ഞാൻ അതുപോലെ ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് അപ്പം തന്നെ കരിഞ്ഞു പോകും. ഇട്ടതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇളക്കിയും കൊടുക്കരുത്. എപ്പോഴും ഇളക്കി കൊടുത്താലും പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് 2 സൈഡും ഇതുപോലെ ഗോൾഡൻ കളറാക്കിയിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിച്ചാൽ സൂപ്പർ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനായിട്ട് ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്